ഞാൻ തോരൻപരിപ്പ് വേവിച്ചായിരുന്നു. ഇതാണ് വേവിച്ച തോരൻപരിപ്പാണിത്. നോയമ്പായതുകൊണ്ട് ഒരു കറി വയ്ക്കാതെ ഇത്രയും നേരം ഇരുന്ന് നല്ല തോരൻപരിപ്പ് വെന്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ മത്തങ്ങ, ഉരുളൻകിഴങ്ങ്, അമരപ്പയർ, വെണ്ടയ്ക്ക, തക്കാളിക്ക, ഇതെല്ലാം വെള്ളരിക്ക, ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കാൻ കിട്ടും. ഇതിനകത്ത് മുഴുവൻ പച്ചവെള്ളവും ഉണ്ടാവും. അപ്പോൾ അത് തക്കാളിക്ക കൂടെ കട്ട് ചെയ്തിടാം. തക്കാളിക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഉള്ളി പിഴിഞ്ഞ് ചേർക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിൽ കുറച്ച് കറിവേപ്പില ഇവിടെ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ടുണ്ട്. നോയമ്പാണ്. പുളി വേവുമ്പോൾ നമുക്ക് പുളിഞ്ഞ് വെച്ചെടുക്കും. അപ്പോൾ തോരൻപരിപ്പും ഇത്രയും വെള്ളമുണ്ട്. നമുക്ക് അടച്ചു വെച്ച് ഒരു 2 വിസിലടിപ്പിക്കാം. ബാക്കിയെല്ലാം ഇന്ന് സാമ്പാറിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. സ്പെഷ്യൽ മസാല ഒന്നും ചേർക്കുന്നില്ല. എനിക്ക് വായിക്കാം അങ്ങനെ കിടക്കിയത്. എൻ്റെ വാട്സപ്പ് എൻ്റെ കയ്യിൽ നിന്ന് പോയപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇന്ന് പോയപ്പോൾ എൻ്റെ ബിസിനസ് വാട്സപ്പ് എടുത്തിട്ടപ്പോൾ അതിൽ ഷെയർ ചെയ്യാനൊന്നും പറ്റത്തില്ല, കിട്ടുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഇതിന് ശേഷം ഈ പുളി പൊളിഞ്ഞ് ചേർക്കാം. ബാക്കിയാൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് സ്പെഷ്യൽ സാമ്പാർ പൊടിയാണെന്ന് ചേർക്കുന്നത്. സ്പെഷ്യൽ സാമ്പാർ പൊടിയാണെന്ന് ചേർക്കുന്നത്. കായുമെല്ലാം ഉണ്ടാകും. ഇത് ചേർത്ത് കടുവറുത്ത് എടുക്കാം. എനിക്കൊന്നും വയ്യ. നോമ്പ് 27 അപ്പം നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പാങ്കുടനെ കേൾക്കും. ഇത് 2 വിസിലാകുമ്പം സാമ്പാർ റെഡിയാവും.